ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഇബ്രാഹിം ഹൈദരാലിൻ്റെ എപ്പിസോഡിൽ നമ്മുടെ സൗഭാഗ്യപുരം വീട്ടിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആരൊക്കെ ചെന്ന് വിളിച്ചിട്ടും ഭവാനിയും അഞ്ജനയും തിരിച്ചു വന്നില്ല. അജയ് ചെന്ന് വിളിച്ചാൽ മാത്രമേ അവർ തിരിച്ചു വരുള്ളൂ എന്നുള്ള വാശിയിലാണ്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യമ്മ പറയുന്നത് അവരാ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, കാരണം അജയ് അവരെ അടിച്ചിറക്കുകയാണ് ചെയ്തത്. അടിച്ചിറക്കി കഴിഞ്ഞാൽ ഏതാൾക്കാരായാലും ഇങ്ങനെ തന്നെ പ്രതികരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സൗഭാഗ്യമ്മ പറയുകയാണ്. എൻ്റെ ഭാഗത്താണ് തെറ്റ്, കാരണം ഞാൻ അവൾക്കും മകൾക്കും ആശ കൊടുത്തു, അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ് സൗഭാഗ്യമ്മ വിഷമിക്കുകയാണ്. അപ്പോൾ അതേ സമയത്താണ് നമ്മുടെ അജയ് വരുന്നത്. അപ്പോൾ അജയനെ കണ്ടപ്പോൾ സംഗീത പറയും, ദേ അമ്മ അജയ് വരുന്നു എന്ന്. അപ്പോൾ എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് സൗഭാഗ്യമ്മ ദേഷ്യം പിടിച്ച് റൂമിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ സത്യനും എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അജയ് വന്നപ്പോൾ സത്യം പറയുകയാണ്, മോനെ നീ അവരെ പോയിട്ട് വിളിച്ചു കൊണ്ടുവരണം, കാരണം നീ വിളിച്ചാൽ മാത്രമേ അവർ വരുള്ളൂ എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നീ അവരെ വിളിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നാളെ ഇതിൻ്റെ പരാതിയും, അതായത് ഞാൻ കാരണമാണ് നീ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ കംപ്ലൈൻറ്റും അതിൻ്റെ പഴി കൂടി ഞാൻ കേൾക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് സത്യൻ. അപ്പം അജയ് പറയും, ഞാൻ കാരണം എല്ലാവരും വിഷമിക്കുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് സമ്മതമല്ല അവരെ തിരിച്ചു വിളിക്കാൻ, അവളെ തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് അജയ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നെ ഭൂമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത്. ഭഗവാനെ, നീ എന്തിനാണ് എൻ്റെ അച്ഛനെ ഇത്ര പെട്ടെന്ന് വിളിച്ചത്? സാരമില്ല, ഞാനത് ക്ഷമിക്കുകയാണ്, കാരണം എൻ്റെ അച്ഛനെ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് നീ വിളിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛനവിടെ നന്നായിട്ട് മോക്ഷം കിട്ടി ഇരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുകയാണ്. ഞാനിവിടെ വിഷമിക്കുകയാണ്, എൻ്റെ അമ്മയും വിഷമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് കുറേ പരാതിയും പരിഭവമൊക്കെ ഭൂമി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ആര് വരുന്നത്, സത്യൻ വരുന്നത്. അപ്പോൾ സത്യൻ ചോദിക്കും, എന്താ മോളെ എങ്ങനെയാണ് വന്നത് എന്ന്. ഞാൻ നടന്നിട്ടാണ് വന്നത്, ഇവിടെ അടുത്തല്ലേ, 5 മിനിറ്റിൻ്റെ ദൂരമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സത്യനോട് വിശേഷങ്ങളൊക്കെ പറയണം. അപ്പോൾ സത്യൻ ചോദിക്കും, എന്താ നന്നായി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചല്ല, ഞാൻ ദൈവത്തിനെ കുറച്ച് വഴക്ക് പറയാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ തമാശയിൽ അവർ പിരിയാണ്. അപ്പോൾ സത്യം പറയും, മോളെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നിനക്ക് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുള്ളൂ, ഞാൻ എന്തായാലും അവിടെ തനിച്ചല്ലേ, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാമല്ലോ എന്ന്. അപ്പോൾ അഞ്ജന പറയും, വേണ്ട സാർ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജന ഭൂമി അവിടെ നിന്ന് പോവുകയാണ്. ഭൂമി അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതൊക്കെ നോക്കി നിൽക്കുന്ന കമാൽ ഒരു തക്കം നോക്കി നിൽക്കുകയാണ് ഭൂമിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭൂമി നടക്കുമ്പോൾ ഭൂമിയുടെ പിന്നിൽ കൂടെ വന്നിട്ട് ഒരു കയറിട്ടിട്ട് മുറുക്കിയിട്ട് ഭൂമിയെ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് സത്യൻ വന്നിട്ട് കമാലിനെ അടിച്ചിട്ടാണ്. പക്ഷെ കമാലിൻ്റെ മുഖമൊന്നും കാണില്ല, കമാൽ മാസ്കൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല അടിയടിക്കും സത്യനും കമാലും. അപ്പോൾ കമാലും നല്ല തിരിച്ചതേപോലെ തന്നെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ സത്യനും കമാലും തമ്മിൽ പൊരിഞ്ഞടിയും. അങ്ങനെ അവസാനം ഭൂമി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഒരു അതായത് ലൈറ്റിൻ്റെ ട്യൂബ് കിടക്കുന്നുണ്ടെന്ന്, അതെടുത്തിട്ട് കമാലിൻ്റെ ബാക്കിലോട്ട് അടിക്കും. അപ്പോഴേക്കും സത്യം വന്നിട്ട് അവൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് മാസ്ക് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ അപ്പോഴേക്കും ഓടിക്കളയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭൂമി നന്നായി ചുമയ്ക്കുന്നുണ്ട്, കാരണം ഭൂമിയുടെ കഴുത്തിലാണ് മുറുക്ക പിടിച്ചത്, കഴുത്തിൽ കയറിട്ട് മുറുക്കായിരുന്നു. അപ്പോൾ ഭൂമി ചുമയ്ക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഭൂമി ചോദിക്കും, സാറിനൊന്നും പറ്റിയില്ലല്ലോ? അപ്പോഴും സത്യൻ്റെ കൈ ചെറുതായിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. ഇല്ല മോളെ, ഒന്നും കുഴപ്പമില്ല, നീ കണ്ടോ, നിൻ്റെ സേഫ്റ്റി ഒരു പ്രോബ്ലം തന്നെയാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ എൻ്റെ കൂടെ പോര് എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഭൂമി പറയും, ഇല്ല സാർ, ഞാൻ വരുന്നില്ല. അപ്പോൾ സത്യം പറയാം, അച്യുതനാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഭൂമിനെയും കൂട്ടിയിട്ട് സത്യൻ പോവുകയാണ്. അപ്പോൾ കാറിൽ പോകുമ്പോൾ സത്യം ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, സാർ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ, എന്താ സംഗതിയെന്ന്. അപ്പോൾ സത്യം പറയാണ്, ഞാൻ വേറൊന്നുമില്ല, ഞാൻ പണ്ട് എൻ്റെ മോളേനെയും ഭാര്യേനെയും കൂട്ടി പോകുമ്പോൾ അവളിരുന്ന് ഇങ്ങനെ വാശി പിടിക്കും എൻ്റെ കൂടെ എൻ്റെ മടിയിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളെ എൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വണ്ടി ഓടിപ്പിക്കാറുണ്ട്, അതൊക്കെ ആലോചിച്ച് ചിരിച്ചതാണ് എന്ന് പറയും. അപ്പോൾ ഭൂമി ചോദിക്കും, എന്താ മോളെ വിളിച്ചിരുന്നത് എന്ന്. അപ്പോൾ അഭിരാമീനെ ഞാൻ അച്ചു എന്നാണ് വിളിച്ചിരുന്നത്, അച്ചുവല്ല, അപ്പു എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ അഭിരാമിനെ ഷോർട്ടാക്കിയിട്ട് അപ്പു എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ എൻ്റെ വൈഫാണെച്ചെങ്കിൽ അവളെ അച്ചപ്പൂ എന്നാണ് വിളിച്ചിരുന്നത്, കാരണം അച്ഛൻ്റെ അപ്പു എന്നുള്ള രീതിയിൽ അച്ചപ്പൂ എന്ന്.
അപ്പം ഭൂമി പറയാം, ആ എന്നാൽ ശരി, ഞാനാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അച്ഛൻ്റെ അച്ചപ്പൂ എന്ന് പറഞ്ഞിട്ട് മകൾ പെരുമാറുന്നത് പോലെ സത്യൻ്റെ അടുത്ത് പെരുമാറുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവൾക്ക് മാറാൻ ഡ്രസ്സൊന്നുമില്ലല്ലോ ഭൂമിക്ക്. അപ്പോൾ ഭൂ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സത്യം കാണിച്ചു കൊടുക്കും, ദേ ഈ ഉള്ള ഡ്രസ്സൊക്കെ എൻ്റെ വൈഫിൻ്റെ ഡ്രസ്സുകളാണ്, ഇതിൽ ഏതാ വേണ്ടിച്ചെങ്കിൽ നീ എടുത്തോന്ന്. അപ്പോൾ കുറച്ച് പഴക്കമുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ അതിലൊരു ഡ്രസ്സ് എടുത്തിട്ട് ഭൂമി പറയും, ഈ ഡ്രസ്സ് ഞാൻ എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് എടുക്കണം. അപ്പോൾ നിനക്കതാണ് ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ നീ അതിട്ടോ എന്ന് പറയും. അങ്ങനെ ഭൂമി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇടുകയാണ്. എന്നിട്ട് പറയും, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേന്ന്. അപ്പോൾ സത്യം പറയുന്നത്, നമുക്ക് ഭക്ഷണം എവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ അവൾ പറയും, ഏയ് അതൊന്നും വേണ്ട, ഞാനൊരാളുണ്ടായിട്ട് എന്തിനാ ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഭൂമി അടുക്കളയിലോട്ട് പോകണം. അടുക്കളയിൽ ചെന്നിട്ട് നല്ല ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ഭൂമി പറയും, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കണം. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് കണ്ടപ്പോൾ സത്യൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയാ, നീ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സുമിത്രയെ ഓർമ്മ വരുന്നു, സുമിത്രയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭൂമി പറയും, അതങ്ങനെ ആവുമല്ലോ, കാരണം എൻ്റെ അമ്മയാണല്ലോ സുമിത്ര. മീൻസ് വെറുതെ ഒരു മകൾ എന്നുള്ള രീതിയിൽ, അതായത് അഭിരാമിയാണ് ഈ സംസാരിക്കുന്ന രീതിയിലാണ് ഭൂമി പെരുമാറുന്നത്. എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെയല്ലേ ഞാൻ ഉണ്ടാവുക എന്നൊക്കെ പറയണം. അപ്പോൾ നീ ഈ ചുരിദാറിട്ട് നിൽക്കുമ്പോൾ ശരിക്കും സുമിത്രയെ പോലെ തന്നെ ഉണ്ടെന്നും പറയും. അതും അങ്ങനെ തന്നെയല്ലേ ആവാനല്ലേ വഴിയുള്ളൂ, എൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ ഇടുമ്പോൾ ഞാനും അതുപോലെ തന്നെയല്ലേ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭൂമി ചപ്പാത്തി കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് സത്യം ചോദിക്കുക, ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ എന്നിട്ട് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ സത്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമിയെ. കാരണം എന്താ വെച്ചാൽ സത്യന് സുമിത്ര നിൽക്കുന്നത് പോലെയും സുമിത്ര ജോലി ചെയ്യുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സത്യൻ കൈ കഴുകി വരുമ്പോൾ ഭൂമി പറയും, ഓ ഇങ്ങനെ കഴുകിയാലൊന്ന് പോരാ, നമ്മൾ പുറത്തൊക്കെ പോയി വന്നതല്ലേ, നന്നായി സോപ്പിട്ട് കൈ കഴുകി വായോ എന്ന് പറയാണ്. അപ്പോൾ സത്യം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുക. കാരണം സുമിത്രയും ഇങ്ങനെയൊക്കെ അവൻ്റെ അടുത്ത് പെരുമാറാറുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവൻ വേഗം പോയി സോപ്പിട്ട് കൈ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഭൂമി ഭക്ഷണം വിളമ്പിയെടുക്കും, ചപ്പാത്തിയും കറിയൊക്കെയാണ്. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് പറയും, സുമിത്ര ഉണ്ടാക്കിയ കറി പോലെ തോന്നും, സുമിത്രയുടെ ആ ഒരു എല്ലാം കൊണ്ടും സുമിത്രയെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയണം. അപ്പം ഭൂമി പറയും, അതെ അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ അച്ഛൻ്റെ അപ്രിയപ്പെട്ട അപ്പു അല്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം വിളമ്പിയിട്ട് കഴിക്കണം. അപ്പോൾ ഭൂമി പറയും, ദേ ഒരു ചപ്പാത്തിയും കൂടി എടുക്കച്ചാ. ഏയ് വേണ്ട വേണ്ട, എനിക്കിത് മതി, ഇപ്പം തന്നെ വയറ് പൊട്ടാരായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യൻ ഭക്ഷണം കഴിച്ച് എണീക്കും. ഭക്ഷണം കഴിച്ച് എണീറ്റതിന് ശേഷം അവളും പാത്രങ്ങളൊക്കെ കഴുകാൻ പോവും. അപ്പോൾ പിന്നാലെ വന്ന് അടുക്കളയിലേക്ക് വരും നമ്മുടെ സത്യൻ. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്, ഒന്നും വേണ്ട അച്ഛൻ സഹായിക്കൊന്നും വേണ്ട, ഞാനിതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് റൂമിൻ്റെ ഡൈനിങ് ഹാളിലോട്ട് വരികയാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ മറ്റേ ഒരു റൂം കാണിച്ചിട്ട് പറയും, അച്ഛൻ ഞാനിവിടെ കിടക്കാം, അപ്പു ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞ് അവൾ കിടക്കാൻ പോകും. അങ്ങനെ സത്യനും കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ വളരെ ഒരു സ്നേഹത്തിലും അടുപ്പത്തിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ സത്യനാണെച്ചെങ്കിൽ നഷ്ടപ്പെട്ട മോളെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമൊക്കെയാണ് സത്യൻ്റെ മുഖത്ത്. അവൾക്കും അതുപോലെ തന്നെ ഭൂമിക്കും അച്ഛനോടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. ഇനി പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞാൽ സത്യൻ എണീറ്റ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അയ്യോ ഇത്തിരി ലേറ്റ് ആയല്ലോ എന്നുള്ള ഓർമ്മയിലാണ് സത്യൻ എണീക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സാധാരണ സത്യൻ്റെ റൂട്ടീനൊക്കെ അങ്ങനെയാണ്, രാവിലെ കുറച്ച് വൈകിട്ടൊക്കെയാണ് എണീക്കുക. പക്ഷേ ഭൂമിയുള്ളത് ഓർമ്മയില്ലാണ്ടാണ് പുള്ളി ഉറങ്ങിപ്പോയത്. അങ്ങനെ ഉറങ്ങി എണീറ്റ് വരുമ്പോഴാവും ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണം, ചിൽ 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 എന്നുള്ളൊരു സൗണ്ട്. അപ്പോൾ സത്യം പോയി നോക്കിയപ്പോൾ എന്താ, നമ്മുടെ സത്യൻ്റെ കുറേ കുപ്പികളൊക്കെ ഉണ്ട്. ആ കുപ്പികൾ, അതായത് കള്ളിൻ്റെ കുപ്പികളാണ്. ഈ കുപ്പികളെല്ലാം അവൾ എടുത്തു കൊടുന്നിട്ട് അവൾ തല്ലി പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ. അപ്പോൾ സത്യൻ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയും, ഇനി ഒരു തുള്ളി പോലും കുടിക്കാൻ പാടില്ല, എന്തോരം കള്ളാ കുടിക്കണത് എന്നൊക്കെ പറഞ്ഞ് ഭൂമി വഴക്ക് പറയാണ് സത്യന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭൂമി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവളിട്ട് വന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭൂമിക്ക് സുമിത്രയുടെ ഡ്രസ്സും സത്യം കൊടുക്കുന്നുണ്ട്, ഇത് മോളെടുത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഡ്രസ്സും കൂടി വാങ്ങിയിട്ടാണ് ഭൂമിയുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. ഇത്രയൊക്കെയാണ്
നാളത്തെ എപ്പിസോഡും നാളത്തെ ആയിട്ടുള്ള എപ്പിസോഡുകൾ. ഇനി കൂടുതൽ നേരത്തെ ഇവർ വിവാഹിതരായതിൻ്റെ കഥയറിയാൻ നിങ്ങളാദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. ഇനി അടുത്ത് തന്നെ നമുക്ക് അവരുടെ, അതായത് ഭൂമിയുടെയും അജയൻ്റെയും വിവാഹങ്ങളൊക്കെ വരും എപ്പിസോഡിൽ കാണാം.